ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നലെ മുതൽ മഴയായതുകൊണ്ട് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് ഫീവർ വരുന്ന പോലെ ഇന്നലെ രാത്രി തന്നെ അങ്ങനെ ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇവരെ സൗണ്ട് കൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് എണീറ്റ് എന്തോ ഒരു പക്ഷി എന്തോന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് അടുത്തൂടെ. അതുകൊണ്ട് അവർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി. രാവിലെ എണീറ്റ് പാടെ തന്നെ ഒരു വെള്ളം കുടിക്കുന്നൊരു പതിവുണ്ട്. കുടിക്കാം. കിളികളൊന്ന് പോയി വെക്കാം. ഇവർക്ക് തണുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. തണുത്തിട്ടാണ് നല്ല ഇങ്ങനെ മൂടി പൊളിച്ചിട്ടാണ് നിൽക്കുന്ന എല്ലാവരും. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് കണ്ടില്ലേ, ഒരു വെയിലൊന്നും അത്ര വന്നിട്ടില്ല. സമയം 11 മണി 12 മണിയൊക്കെ ആവാനായി. കണ്ടില്ല, എപ്പോഴും വലിയ വെയിലില്ല, ചെറുതായിട്ടുള്ളൊരിതോളൂ. പിന്നെ ഇവിടെ ഇന്നലെ പണി നടക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഒരുവിധം ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇനി അതിൽ താർപ്പായൊക്കെ കെട്ടി പന്തൽ പോലെ ആക്കിയിട്ട് ഇവിടെ സ്റ്റാർട്ടാവും പ്രോഗ്രാം. ഇത് ബേഡ്സിലേക്ക് കൊടുക്കുന്നൊരു പ്രോട്ടീൻ മെഡിസിനാണ്. അപ്പോൾ ഇത് അവരുടെ കുടിക്കുന്ന വെള്ളത്തിൽ 3-4 ഡ്രോപ്പ് ഇറ്റിച്ചു കൊടുത്താൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ രോഗങ്ങളൊക്കെ, ജലദോഷം അതേപോലെ അങ്ങനെ പനിയൊക്കെ വരുന്ന അതൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാൻ മറന്നു പോയത്. അപ്പോൾ ജസ്റ്റ് 2-3 തുള്ളി അവരെ വെള്ളത്തിൽ ഇറ്റിക്കാൻ പോവുകയാണ്. ऐसा नहीं पक्का। क्या है इसको, क्या बोलते हैं? इन्फ्यूज्ड वाटर. इन्फ्यूज मतलब उसमें डाला हुआ. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ഉണ്ടാക്കുന്ന എന്താണ് ഇൻഫ്യൂസ് വാട്ടർ ആണ്. ഇൻഫ്യൂസ് വാട്ടർ ആണല്ലോ ഇത്. ഇതിപ്പോൾ ഇന്നും എന്നെ നിർബന്ധമായിട്ട് വെറും വയറ്റിൽ കുടിക്കുന്ന നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്കിത് കണ്ടിട്ട് തന്നെ എന്തോ ആവുന്നുണ്ട്. ഇതിലാദ്യം ചുടുവെള്ളത്തിൽ ടെർമറിക് ടെർമറിക് ഡാലേന. അത് കേരള സ്പെഷ്യലാണ്. ഇത് എൻ്റെ ഫ്രണ്ട് ഹമീദ് തന്ന ഹണിയാണ് കേട്ടോ. ഇത് നല്ല ഒറിജിനൽ ഹണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 1 സ്പൂൺ ഇതിൽ ഊറ്റിക്കുക. ചുടുവെള്ളത്തിൽ ആദ്യം ടെർമറിക് പൗഡർ, അതിനുശേഷം 1 സ്പൂണ് ഈ ഹണി ഇതിലൊഴിക്കുക. ലെമൺ നീര് ഇതിൽ വേണം കേട്ടോ. കുറച്ച് 1 ഗ്ലാസ്സിൽ 1/2 ലെമൺ ഇതിൽ ഒഴിക്കുന്നുണ്ട്. രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇതൊന്നും ഞാൻ രക്ഷപ്പെടും തോന്നില്ല. എനിക്ക് രാവിലെ എണീറ്റാൽ ചായയാണ് വേണ്ടത്, വെള്ളം കുടിച്ച ശേഷം ചായ. പക്ഷേ ഇന്ന് ഇതിൽ പെട്ട് ഇനി ഇത് കുടിച്ചിട്ട് വേണം ചായ കുടിക്കാൻ. ആക്കി കൊടുക്കുക. बड़ा नहीं पी सकता मैं. नहीं मुझे वो छोटा वाला दे दो. हाँ बस मुझे ये सही है. बस റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുഖം പോലും കഴിയില്ല. എണീറ്റ് ഇതാ കുടിക്കുന്ന ആദ്യം തന്നെ. വെള്ളം കുടിച്ചിട്ടോ. വെള്ളം കുടിച്ച ശേഷം ഇനി ഇത് കുടിച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. നിങ്ങളും ഉണ്ടാക്കി കുടിച്ച് നോക്കണ്ട. രാവിലെ തന്നെ എണീറ്റ പാടെ ഇത് കുടിക്കുക. വെള്ളത്തിന് മുന്നേ കുടിക്കുക, നല്ലതാണ്. ഈ ക്യാ ഹൈ ഇസ്കാ ഫായദ ഹമേ? അച്ഛാ, ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണെന്ന് പറയുന്നത്. ഏതായാലും ഗൈസ് ഇത്ര സ്നേഹത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ആമി. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് കുടിക്കും എന്തായാലും. അപ്പോൾ ഇത് ഒരു 10 ദിവസം കുടിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം ഫേസിന് എന്തെങ്കിലും ഗ്ലോ മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്നെ അറിയിക്കണം കമൻറ്റിൽ. ഓക്കെ. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് സൂപ്പ് പറ്റിയിട്ടുണ്ട്, മട്ടൺ സൂപ്പ്. ക്ലൈമറ്റിനനുസരിച്ച് നല്ല അടിപൊളിയാണ് സാധനം. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയത്, മമ്മി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കുടിക്കാൻ നോക്കാം.
ഗൈസ് ഇന്നലെ പുറത്ത് പോയപ്പോൾ മമ്മി വാങ്ങിക്കൊണ്ടുവന്നത് അത് കണ്ടില്ലേ, കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ റോസ് യെല്ലോ കളറിലുള്ളതുണ്ട്, അതേപോലെ ഇതാ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതാ വൈറ്റ് ഉണ്ട്, അതിൻ്റെ ഇത് പൊട്ടിപ്പോയി തോന്നുന്നുണ്ട് പൂവ്. എല്ലാം റോസാണ്, പല കളറിലുള്ള റോസാണ് കൊണ്ടുവന്നത്. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതാ ജാസ്മീൻ ഉണ്ട് കേട്ടോ. അതാ ജാസ്മിൻ്റെ ചെറിയ മുട്ടുകൾ വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതും കുറച്ച് കഴിഞ്ഞാൽ വിരി. ഹാമിക്ക് മാഗി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴെ മോറിൽ പോയിട്ട് മാഗി വാങ്ങാൻ പോവാം. അതിലത്തെ മഴയും കാറ്റിലും മരങ്ങൾ ഇതൊക്കെ കൊമ്പൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് മോറ്, ഇവിടെ അടുത്ത് തന്നെ താഴെ തന്നെയാണ്. 2 അടി നടന്നാൽ ഇവിടെ എത്തി. ഇതൊന്ന് തെരഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഇതിന് ഇതല്ല ചിക്കൻ നൂഡിൽസ് ബിസ്കറ്റ് വിത്ത് ഡെലിഷ്യസ് ടേസ്റ്റ്. ഇതുമല്ല. ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ ഇപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ചിക്കൻ നൂഡിൽ ടോപ്പ് രാമൻ और स्पाइसी ये वाला, ये 2 है, 2 पैकेट, 2 अगर मिलता तो अच्छा, 2 चलेगा. चलो अब इसी से काम चलाएंगे. ഈ ഷോപ്പിൽ നിന്ന് എനിക്കൊരു ഫേവറേറ്റ് ഐറ്റം വാങ്ങാനുണ്ട് കേട്ടോ. എൻ്റെ റൈസ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ മൂങ് ദാൽ എന്ന് പറഞ്ഞത് ഇത് നോർമലായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ മസാല വരുന്ന ഒരു ഇതാണ് ടേസ്റ്റി ക്രഞ്ചി പെർഫെക്റ്റ് പാർട്ടി സ്നാക്ക് എഴുതിയിട്ടുള്ള. അപ്പോൾ ഈ മാഗി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സൂപ്പറായിട്ട്. ഇതിന് മുന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഗ്രൗണ്ട്, ഉസ്മാനിയ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നാൽ നമുക്ക് ആ ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ നല്ല ഫീലായിരിക്കും ഈ നേരത്തെ വാക്കിങ് ചെയ്യാൻ. കാരണം ഇവിടെ റോട്ടുമിൽ വാക്കിങ് ഒരിക്കലും നടക്കില്ല, നല്ല തിരക്കാണ്, വണ്ടിയും കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഞാൻ. നല്ല തിരക്കാട്ടോ, റോഡ് നല്ല വണ്ടികൾ ഉണ്ടാവും. കാരണം ഈ ടൈമിനാണ് ഓഫീസൊക്കെ വിടുന്ന ടൈമാണിത്. അപ്പോൾ റോഡ് സൈഡിൽ കച്ചവടം ഉണ്ട് കേട്ടോ. ആപ്പിള്, ചെറിയ സൈസ് ആപ്പിൾ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ. 100 രൂപ 7 പീസ്. ഇങ്ങനെ എഴുതിയാൽ എന്താണെന്ന് വെച്ചാൽ 7 പീസിന് 100 രൂപയാണ്, 7 കിലോന് 100 അല്ല. ഇത് നമ്മളെ കേരളക്കാർ ഇവിടെ വന്നാൽ അധികവും പറ്റുന്ന ഒരു അബദ്ധമാണിത്. ഇത് കണ്ടാൽ വിചാരിക്കും 7 കിലോന് 100 രൂപ. നോ, 7 പീസിന് 100 കണ്ടില്ല, ചെറിയ ടൈപ്പ് ആപ്പിളാണുള്ളത്. ഓക്കെ, ഞാനിതെപ്പോൾ ഇവിടെ എത്തിയതോ. ഇത് മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിൻ്റെ അപ്പുറമാണ് ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഈ റോഡ് ക്രോസ് ചെയ്താൽ എനിക്ക് അപ്പുറം എത്താൻ പറ്റും. ഭയങ്കര തിരക്കാണ് കേട്ടോ റോഡിന്. കണ്ടില്ല, വണ്ടികൾ ഫുള്ള് വണ്ടിയാണ്, കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സർവീതം ഞാൻ 1 സൈഡ് ക്രോസ് ചെയ്തിട്ടോ. ഇനി എനിക്ക് ഈ സൈഡും കൂടെ ക്രോസ് ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് ഞാനിപ്പുറം എത്തിയിട്ടോ, റോഡിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി, നമുക്ക് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റും. ചെറിയ ഈ സൈഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്. ഓൺലി എയർപോർട്ട് ബസ് മാത്രം നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത്. ഇതിൻ്റെ സൈഡിലൂടെ അങ്ങ് നടന്നാൽ നമുക്ക് അവിടെ ഗ്രൗണ്ടിലെത്താം. ഇവിടെ ഇങ്ങനെ ഈ പച്ച കുത്തുന്ന കാണുന്ന ഒരു ഷോപ്പ് കേട്ടോ. ഇരുട്ടത്തിരുന്നിട്ടാണ് പച്ച കുത്തുന്ന. खून भी निकलेगा? खून निकलता? मेरा मालूम नहीं। इससे पहले कराया आपने कभी? कभी नहीं किया, फर्स्ट टाइम है? फर्स्ट टाइम। तो भैया रोएंगे ये या नहीं? नहीं रोता? हमारे गेट के सामने रुका है। अच्छा, क्या नाम लिखवा रहे हैं बेगम का? नाम है आपका ही नाम है? बेगम का लिखवाओ ना. नाम लिखेगा। अच्छा, चलो. आप भाई कौन सी जगह बोला इससे पहले? हाँ हाँ हाँ, मैंने हम लोग काम किया। अच्छा, ओके ओके ओके. त्रिशूर मेरे घर से 3 घंटे की दूरी है. कालीकेट से 3 आवर. 3 आवर. अच्छा,
काफ़ी लोग हैं वहाँ पे काम करने वाले आपके. आप कहाँ से? मैं उड़ीसा का है। ओडिशा. अच्छा अच्छा, ओके ओके. 7 साल काम किया है। अच्छा ओके. केरला में अच्छा है, केरला आदमी भी अच्छा है सर, अच्छा താങ്ക് യു. बात भी अच्छा करेगा। ആ യെസ് അച്ഛാ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞു കേട്ടോ. ടുട്ടു മുനി എന്നാണ് എഴുതിയത്. ഭായിൻ്റെ ബ്രദറിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തത്. നല്ല വേദന ഉണ്ട് എന്നാട്ടോ പറഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പാവം. ഓക്കെ ഓക്കെ ഭയ്യ, താങ്ക് യു. ബൈ. ഓക്കെ താങ്ക് യു ഭയ്യ. ഇവിടെ ഒരു ചായൻ്റെ ഒരു വണ്ടി കാണുന്നുണ്ട്, ചെറിയൊരു വണ്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. चाय है? चलो एक चाय दिए. ओके. अच्छा सा बंडी है यहाँ पे. अच्छी बंडी है यहाँ पे. जब मैंने चाय बोला तो ऑर्डर दिया तो उन्होंने मैडम बना रही है चाय. ओके ओके താങ്ക് യു. ചായ റെഡിയാണ് കേട്ടോ ഗൈസ്. സോറി, ഞാൻ ഇതിന് മുന്നേ ഹിന്ദിയിലാണല്ലേ പറഞ്ഞത്. സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ചായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ഗ്ലാസ്സാണ്. ഞാൻ ഇതിന് മുന്നത്തെ ബ്ലോഗിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലേ, അതേപോലെ ചെറിയ കപ്പിലാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചായ. ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കുടിക്കുന്നത് പ്രത്യേക ഒരു ഫീലല്ലേ. ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് കേട്ടോ വരുന്നത്. നല്ലൊരു റിലാക്സ് ഉള്ള ഒരു ഫീലാണ് ഇവിടുന്ന് ചായ കുടിക്കാൻ. എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്റർ ഉണ്ട്, ഇപ്പോഴും വർക്കിംഗ് ആണിത്. ഒരുപാട് പഴയ മോഡലാണിത്. ഇത് പിന്നെ എല്ലാ തിയേറ്ററിൻ്റെ മുന്നിലും ഇതൊന്ന് ഒരു കമ്പൽസറി ആണല്ലോ. അപ്പം ഇതും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടു, നല്ല ലുക്കിലാണ് ഇത് ഉണ്ടാക്കിയത്. ഗൈസ്, വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല ഇരുട്ടായിരുന്നു ഗ്രൗണ്ടിൽ കേട്ടോ. ചെറുതായിട്ട് നിലാവളിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്പ്രേ റെയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുഖത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ട് മഴ. അപ്പോൾ നല്ലൊരു ഫീലുണ്ട്. അപ്പോൾ ഗൈസ്, ഉറങ്ങുന്നതിന് മുന്നേ ഒരു കട്ടൻ കുടിക്കുന്ന ശീലമുണ്ട്. അത് പണ്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ, ചെറുപ്പം മുതലേ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഈ ഒരു കട്ടനിൽ പിരിയാം. അടുത്ത വ്ളോഗിൽ വീണ്ടും തീർച്ചയായിട്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഖുദാഫിസ്. ബൈ.